രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. കാരണം മോദി തരംഗം സോഷ്യൽ മീഡിയകളിലും ഒട്ടും കുറയാതെ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ രാഹുൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ സംഭാഷണത്തിന്റെ സ്റ്റൈലാണ്. ഇതാണ് മോദി സ്റ്റൈൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്രാവശ്യവും രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ മനസ്സിലുള്ളത് ജനങ്ങളോട് പറയുക മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ജോലി. ജനങ്ങളുടെ മനസ്സ് ഗ്രഹിക്കുവാനും അവരെ കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രധാനമന്ത്രിക്ക് സാധിക്കണമെന്നും രാഹുൽ പറയുന്നു. കോൺഗ്രസ് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം തന്നെ എങ്ങനെ കാണുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുന്ന ജനങ്ങളെ കേൾക്കാൻ മോദി ഒരിക്കലും തയ്യാറാകുന്നുമില്ല. അല്പം വിനയം മോദിക്കുണ്ടായിരുന്നുവെങ്കിൽ നോട്ട് നിരോധനത്തെക്കുറിച്ച് ഒരു കർഷകനോടോ ഒരു അമ്മയോടോ ഒന്ന് ചോദിച്ചു നോക്കണമായിരുന്നു. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സ്വന്തം മന്ത്രിസഭയിൽ പോലും ആലോചിക്കുന്നില്ല. 70 കൊല്ലം നമ്മുടെ സമ്പദ്ഘടനയെ സംരക്ഷിച്ച റിസർവ് ബാങ്കിന്റെ അഭ്യർത്ഥന പോലും മാനിക്കാതെ നോട്ട് നിരോധനം നടപ്പാക്കിയെന്നും രാഹുൽ ആരോപിക്കുന്നു. ഏറ്റവും ദുർബലരെ ശ്രദ്ധിക്കുക വഴി രാജ്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നയം. തങ്ങൾക്ക് ബോധ്യപ്പെട്ട പ്രത്യയശാസ്ത്രം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ BJP ചെയ്യുന്നത് ജനങ്ങളെയോ പ്രകൃതിയോ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാണ് നിങ്ങളുടെ യജമാനന്മാർ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു. ഞാൻ എല്ലാ ആഴ്ചയിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോകുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാനമന്ത്രി എന്തെങ്കിലും ചോദ്യങ്ങളെ നേരിടുകയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കണം. സ്വന്തം അഭിപ്രായമല്ലാതെ മറ്റൊന്നിനും വില കൽപ്പിക്കാത്ത മോദി രാജ്യത്തെ ഭരണ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുന്നു. കർഷകരുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. 50 ശതകോടീശ്വരന്മാരുടെ കോടികൾ എഴുതിത്തള്ളിയ മോദി കർഷകരെ കണ്ടതായി നടിക്കുന്നില്ല. നീരവ് മോദിയും ദളിത് മോദിയും മുകുൾ ചോസ്കിയും അനിൽ അംബാനിയും മോദിക്ക് ഭായിമാരാണ്. ഇവരാണ് മോദിയുടെ പടം വെച്ചുള്ള പരസ്യങ്ങൾ പത്രത്തിലെത്തിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് നേട്ടങ്ങളുമുണ്ട്. പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്കായി നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ മോദി സിനിമയ്ക്കായി മേക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. മോദിക്ക് വേണ്ടത് 2 ഇന്ത്യയാണ്. തന്റെ സുഹൃത്തുക്കൾക്കായി 1 ഇന്ത്യയും തൊഴിൽ രഹിതർക്കായുള്ള യുവാക്കളും ദുഃഖിതരായ കർഷകർക്കും വേണ്ടിയുള്ള മറ്റൊരു ഇന്ത്യയും. ഇതാണ് രാജ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പം. CPM-നെയും പ്രസംഗത്തിൽ രാഹുൽ വിമർശിക്കുന്നുണ്ട്. സുന്ദരന്മാരായ 2 ചെറുപ്പക്കാരെയാണ് CPM കാസർഗോഡ് കൊലപ്പെടുത്തിയത്. ആക്രമണത്തിലൂടെ അധികാരത്തിൽ തുടരാമെന്ന് എല്ലാ കാലവും CPM കരുതണ്ട. ഞാൻ നീതിയിൽ വിശ്വസിക്കുന്നു. അവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. തൊഴിൽ സൃഷ്ടിക്കുന്നതിന് മറ്റോ CPM-ന് താല്പര്യമില്ല. ആക്രമണം മാത്രമാണ് അവരുടെ പാത. തങ്ങളുടെ പ്രത്യയശാസ്ത്രം പൊള്ളയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കുറച്ചു കാലം കൂടി വേണ്ടിവരുമെന്നും രാഹുൽ പറയുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ BJP-ക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.